നമ്മുടെ ജയസൂര്യയുടെ കുറേന്നാണ്. അതായത് ജയസൂര്യ 4-5 വർഷം ഇൻവെസ്റ്റ് ചെയ്ത് ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രം ഇൻവെസ്റ്റ് ചെയ്തൊരു സിനിമയാണ് കത്തനാർ. അപ്പോൾ കത്തനാറിൻ്റെ ഒരു ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. ഇപ്പോൾ സംഭവം ഒരു 4 വർഷം എന്തോ 4-5-6 കുറേ വർഷം ഈ പടത്തിൻ്റെ പ്രൊഡക്ഷനും ഷൂട്ടും അതുപോലെ ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ ചെയ്ത് പടം ഫൈനൽ റിലീസാകുമ്പോൾ എപ്പോഴാണ് റിലീസ് ഡേറ്റ് എന്ന് അറിയില്ല. മിക്കവാറും ട്രെയിലറിൽ കാണിക്കുമായിരിക്കും. ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡയറക്ടറാണ് നമ്മുടെ മങ്കീപ്പൻ, അതുപോലെ ജോ ആൻഡ് ദ ബോയ്. അങ്ങനത്തെ ഒരു ജോ ആൻഡ് ദ ബോയ് അത്ര ഇഷ്ടമുണ്ടെങ്കിലും മങ്കീപ്പനും അതുപോലെ തന്നെ എനിക്ക് ഹോമൊക്കെ എനിക്കൊരുപാട് ഇഷ്ടമാണ് ഈ ഡയറക്ടറിൻ്റെ. പുള്ളിക്കാരൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് വർഷമായി പുള്ളിക്കാരൻ്റെ ഇതിൻ്റെ പിന്നെ പ്രൊഡക്ഷൻ്റെ ഇതിൽ നടക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ട്രെയിലർ കാണാം. ഏകദേശം 2 മിനിറ്റ് 58 സെക്കൻഡ് ഉണ്ട്. അപ്പോൾ എന്തായാലും ട്രെയിലർ കണ്ട ശേഷം വായിച്ചിട്ടുണ്ടായിരുന്നു. വിജ്ഞാനത്തിന്റെ രൂപവും ഉറവിടവും എപ്പിടിയായിരുന്നാലും കാന്തല്ലൂർ ശാലയിൽ അത് വരവേൽക്കപ്പെടും. ഇന്ദ്രജാലത്തെ ഞാൻ നമ്പുറതില്ല. അവബോധത്തിന്റെ രഹസ്യമാർഗങ്ങളിൽ വലിയവർ ഗവേഷണം ചെയ്യുന്നുണ്ട്. എന്തോ ഭാഷ പറഞ്ഞിട്ടോ. അവബോധത്തിന്റെ രഹസ്യമാർഗങ്ങളിൽ വലിയവർ ഗവേഷണം ചെയ്യുന്നുണ്ട്. யாரோட நினைவுக்கும் எட்டாது எல்லாரும் அசந்து பார்க்க போற மாதிரி ஒரு மாயாஜாலம். എൻ്റെ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി നോക്കി. நம்ம ஆன்மாவோட கலத்து நம்ம நினைவுகளோட കളറിങ്ങാണ്. രാജശ്രീക്ക് കുഞ്ഞമനിൽ നിന്ന് വാഴ്ത്തക്കൾ. വരാനിരിക്കുന്നത് കാലത്ത് വരുന്ന അതിമാനുഷ്യൻ അഗ്നിയാണ്. കൈവിട്ടാൽ കരുതലും കൈവിട്ടാൽ കുട്ടിനാശവും വരും. എന്താണ് ഡിസ്നിയുടെ ഒക്കെ പടം കാണുന്നത്? ഒരു മനിത ഉടമ്പിൽ കൊള്ളുന്നതിനും അധികം ശക്തി നിങ്ങൾ കട്ടുപടുത്തിയിരിക്കുക. നിങ്ങൾ പറയുന്നത് വിശ്വസിക്കോ? ഏനാട് ആപത്തിലാണ്. Mishka Hekmat. Anuksa. Harisha Punamir. Yeah, character भी. மாயா ஆட்டமே மாயா. ബേസിൽ സംസാരിക്കില്ല. ആ ക്യാരക്ടറിൻ്റെ ഒക്കെ ഒരു ഫിസിക്സ് മറ്റേ ആനിമേഷൻ്റെ ആ ഒരു അത് അടിപൊളി കേട്ടോ. ഒരു അടിപൊളി കേട്ടോ. നൈസ് ടൈറ്റിൽ ടൈറ്റിൽ ആരൊക്കെ നോക്കട്ടെ. ഇതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ ഒക്കെ ആരൊക്കെ നോക്കട്ടെ. കത്തനാർ വൈലൻസ് നോക്കണം. ഒരു സെക്കൻഡ് അതേണ്ട് നമുക്ക് പറയാം. ബൈജു ഗോപാലൻ, ഗോകുലം ഗോപാലൻ, ഡയറക്ടർ ജോജിൻ തോമസ്. അയ്യോ ഈ സാധനം ഇങ്ങനെ സമ്മതിക്കുന്നത്. ഇതിങ്ങനെ ട്രെയിലറിൽ തന്നെ ആ ഒരു സാധനം കാണാനുണ്ട്. അപ്പോൾ അത്രയും നാൾ വർക്ക് ചെയ്തതിൻ്റെ ആ ഒരു സംഭവം. VFX ഡയറക്ടറും പുള്ളിയാണ്, ഫിലിം എഡിറ്ററും പുള്ളിയാണ്, ഡയറക്ടറും പുള്ളിയാണ് റോജിൻ തോമസ്. 2 പേരാണ്. റിട്ടൺ ബൈ R. രാമാനന്ദ് ആൻഡ് റോജിൻ തോമസ്. VFX സൂപ്പർവൈസർ വിഷ്ണു രാജൻ. കാണുമ്പോൾ തന്നെ ഒരു ക്വാളിറ്റി അറിയുന്നുണ്ട് ശരിക്കും. CGI സെൻറ്റിൽ നാഥൻ. ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ശാലം ആൻഡ് ഗോപീഷ്. മേക്കപ്പ് റോണക് സേവർ, വെറുതെ അല്ല. പിന്നെ അനീഷ് തൊടുപുഴ. കോസ്റ്റ്യൂംസ്, ആക്ഷൻ ഡിസൈൻ
തോമസ് ചണ്ടി, VFX പോയറ്റിക് സ്റ്റുഡിയോസ്, പബ്ലിസിറ്റി ഡിസൈൻ 10 പോയിൻ്റ്. ഓക്കെ, സംഭവം റോജിൻ തോമസ് എന്ന ഡയറക്ടർ 4 വർഷം അല്ലെങ്കിൽ ഇത്രയും വർഷം, എത്ര വർഷമാണെന്ന് അറിയില്ല, നോക്കട്ടെ ടീച്ചറിനും എത്ര വർഷമാണ് എടുത്തത്. ഏതാണ്ട് 3-4 വർഷം എന്തോ ഈ സിനിമയുടെ ആ ഒരു ഐഡിയ കൺസീവ് ചെയ്തിട്ടുണ്ടാകുന്ന കാണിക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഈ സിനിമ കുറേ വർഷം ഈ സിനിമ അനൗൺസ് ചെയ്തിട്ടും പിന്നെ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നമ്മൾ കണ്ടാണ്. ഓൾറെഡി മറ്റേ അവതാറിലൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ ആ ഒരു ടെക്നോളജി, അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു നോക്കട്ടെ. അവതാറിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള അഡ്വാൻസ് 3D ആ ഒരു ടെക്നിക്സ് ആണ് യൂസ് ചെയ്തിരിക്കണം. അവൻ്റെ 3D സ്കാൻ പോലത്തെ പരിപാടി എനിക്ക് കറക്റ്റായിട്ട് അത് അറിയത്തില്ല. നമ്മൾ മേക്കിംഗ് വീഡിയോസ് അവതാറിനെ കണ്ടാൽ മനസ്സിലായി. എക്സാക്റ്റ് അതുപോലത്തെ സാധനോട് ഇതൊന്ന് യൂസ് ചെയ്തിരിക്കണം. ഇതിൽ ആനിമേഷൻസ് ഒക്കെ അടിപൊളി, ഒട്ടും ഞാൻ വളരെ ഒരു ക്വാളിറ്റി തോന്നുന്നു. നമ്മുടെ ഒരു ഇൻഡസ്ട്രിയുടെ ലിമിറ്റേഷൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല ട്രെയിലർ ശരിക്കും എന്താണ് അവർ ഇത്രയും നാൾ കഷ്ടപ്പെട്ട ആ ഒരു ഔട്ട്പുട്ട് ശരിക്കും ട്രെയിലർ കാണാനുണ്ട്. വാട്ട്സ് എവർ ഇത് ഒരു ഗ്രാൻഡ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ 3Dയിലായിരിക്കണം പടം. ഇതത്രയൊക്കെ കണ്ടിട്ട് 3D റിലീസ് ഡേറ്റ് എവിടെയെന്ന് കാണിക്കുന്നില്ല, ഇതെപ്പോഴാണ് ഇത് സംഭവം റിലീസ് ചെയ്തതെന്നും കാണിക്കുന്നത്. പിന്നെ ടൈറ്റിൽ റിവ്യൂവിൽ ആ ഒരു ക്രീച്ചറിൻ്റെ അത് കാണിക്കുന്നുണ്ട്. പിന്നെ പ്രഭുദേവ അഭിനയിക്കുന്നുണ്ട്. പിന്നെ ലാലേട്ടൻ ഇതിൻ്റെ അകത്തൊരു ക്യാമിയോ, ലാലേട്ടൻ്റെ അതൊരു ക്യാമിയോ ചെയ്യുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞു. ഏതാണ് എപ്പോഴാണ് വരുന്നതെന്ന് നമുക്ക് സിനിമ കാണുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ ഇതായാലും ചില ഷോട്ടൊക്കെ ഉണ്ട്, ഒരു രക്ഷയില്ല. പ്രത്യേകിച്ച് ഇതിനകത്തൊക്കെ ഒരു ചില ഫ്രെയിംസൊക്കെ ശരിക്കും പെട്ടെന്ന് ഇങ്ങനെ കണ്ടുപോകുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല. പക്ഷെ ഇത് ഏതോ ഒറിജിനൽ ഏതോ CG ഏതാണെന്ന് മനസ്സിലാത്ത രീതിയിലാണ് അവർ അത്രയും ഭംഗിയായിട്ടാണ്, അത്രയും എനിക്കൊന്ന് പണം ഇല്ലാതെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും സംഭവം കൊള്ളാം. എന്തായാലും ജയസൂര്യയുടെ കരിയറിലൊരു ബെഞ്ച് മാർക്ക് തന്നെയായിരിക്കും ഈ ഒരു പടം എന്ന് പറയാം. റോജിൻ തോമസ് ജയസൂര്യ അത്രയും വർഷം ജയസൂര്യ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രം ഒരു ഡെഡിക്കേഷൻ സമ്മതിച്ചേ പറ്റുള്ളൂ. മുടിയൊക്കെ വളർത്തി ആ ലുക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നത് അടിപൊളിയായിട്ട്. ഈ ട്രെയിനിൽ കാണുമ്പോൾ റോജിൻ തോമസിൻ്റെ ആ ഒരു വിഷൻ ശരിക്കും നമുക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പുള്ളി ഒരുപാട് വട്ടം ഇൻ്റർവ്യൂസിലൊക്കെ പറയുന്ന പോലത്തെ ഒരു സാധനം ശരിക്കും കിട്ടുന്നുണ്ട്. VFX ഇതെല്ലാവർക്കും ബാക്കി നമുക്ക് സിനിമ ഇറങ്ങുമ്പോഴേ നമുക്ക് എത്രത്തോളം സ്ക്രീനിൽ ഔട്ട്പുട്ട് എത്രത്തോളം വരുന്നു, പിന്നെ സ്ക്രീൻ പ്ലേക്ക് എത്രത്തോളം സിനിമ എൻഗേജ് ആക്കില്ല. പിന്നെ ഓൾറെഡി അവർ പറഞ്ഞിട്ടുള്ള ഒരു കത്തനാറിൻ്റെ സ്റ്റോറി അല്ല, അതിൻ്റെ അകത്ത് അവരുടേതായ ഒരു ഫിക്ഷൻ രീതിയിൽ ആഡ് ചെയ്ത് കുറച്ച് ഫാൻറ്റസിയും അതുപോലെ എലമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഈ സിനിമ മേക്ക് ചെയ്തിരിക്കുന്നത്. റിയൽ കത്തനാർ സ്റ്റോറിയിൽ നിന്ന് കുറച്ചും കൂടി അവരുടെ ഒരു വേർഷനാണ് അതിൻ്റെ അത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കുള്ള കത്തനാട്ട് കഥ അതുപോലെ തന്നെ പകർത്തിയെല്ലാം ചെയ്ത് അവരുടേതായ ഒരു രീതിയിൽ ഒരു ട്വീക്ക് ചെയ്ത് കഥ, അതാണ് ഈ സിനിമ. ഇത് ട്രെയിലറിൽ കണ്ടപ്പോൾ അങ്ങനെ തോന്നിയത്. പിന്നെ ചില ഫ്രെയിംസൊക്കെ രക്ഷയില്ലാത്ത സാധനങ്ങൾ. ഇത് കാണുമ്പോൾ തന്നെ എന്തോ ഇപ്പം തന്നെ ഇറക്കി അപ്പം തന്നെ കാണാം. പിന്നെ ചില ഡയലോഗ്സൊന്നും അത്രയും രസമായിട്ട് തോന്നിയില്ല. പിന്നെ VFX ഒക്കെ എന്താ ചെയ്യുന്ന ലൈറ്റിങ്ങും ആ ഒരു ഷാഡോസും. എന്തായാലും ട്രെയിലർ അടിപൊളിയായിട്ടുണ്ട്. നല്ല ഒരു ക്വാളിറ്റി ഉള്ള ഒരു ട്രെയിലർ. ഈ സിനിമ എന്താണ് ആ ഡയറക്ടറിൻ്റെ വിഷൻ എന്ന് നമുക്ക് ഈ ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നിങ്ങളാരെങ്കിലും ട്രെയിലർ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായത്തെ കമൻറ്റ് ചെയ്യാം. ഓക്കെ.